ഈ ക്യാമ്പയിൻ റിപ്പോർട്ടർ TV ചാനൽ തുടങ്ങി എന്നുള്ളത് ശ്ലാഘനീയമാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് പൊതുപ്രസ്ഥാനം CPIM-ഉം DYFI ഉൾപ്പെടെയുള്ള പുരോഗമന യുവജന പ്രസ്ഥാനങ്ങളും SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും ശക്തിമത്തായി കേരളത്തിൽ ഉടനീളം ഇത് കൊണ്ടുപോകുന്നുണ്ട്. അതിന് റിപ്പോർട്ടർ TVയുടെ കൂടെ സപ്പോർട്ടും സാറിനുണ്ടാകണം. തീർച്ചയായിട്ടും എല്ലാ സംഘടനകൾക്കും ഇന്ന് യൂത്ത് ലീഗിൻ്റെ മാർച്ചുണ്ട്, അതേപോലെ ലഹരിയാകാം കളിയിടങ്ങളോട് ഇന്ന് DYFIയുടെ പരിപാടിയുണ്ട്. എല്ലാ സംഘടനകളും അതിനോടൊപ്പം നിൽക്കുന്നു. കായിക താരമുണ്ട്. വരൂ, കളിയിടങ്ങളോട് ലഹരി അല്ലേ? ലഹരി അതിനോട് മാസ്റ്റേഴ്സ് അത്ലറ്റ് ഇന്ത്യക്ക് വേണ്ടി മത്സരിച്ചിരുന്നു. കൂടുതൽ കുട്ടികൾ കളിയിടങ്ങളിലേക്ക് വരണം അല്ലേ? ലഹരി ഉപേക്ഷിച്ച് ലഹരി ഉപേക്ഷിച്ച് നിങ്ങൾ ചെയ്ത ഈ പരിപാടി ഏറ്റവും സാഹസമായ പരിപാടിയാണ്. നല്ല ഒരു ക്യാമ്പയിനാണ് ഞങ്ങൾ നൽകിയത്. പെൺകുട്ടികളുണ്ട് നമ്മുടെ കൂടെ, കുറച്ച് സംസാരിക്കാൻ. നിർമ്മാർജ്ജന സമിതി എന്ന സംഘടന, എൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്, സുബൈർ എന്നാണ് പേര്. അപ്പോൾ ഞങ്ങൾ ഇതിനു വേണ്ടി നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് നാട്ടുകാർ വേണ്ടത്ര കേട്ടിട്ടില്ല. ഇപ്പോൾ ഇത് സ്വന്തം വീട്ടിലൊരു അനുഭവമായി മാറിയപ്പോൾ നമുക്ക് ചിന്തിക്കേണ്ടി വരും. ഇന്ന് കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ ലഹരി വസ്തുക്കളെ പറ്റിയിട്ടാണ്. ആന്താലയമായി മാറുന്നു. അത് ലഹരി എല്ലാത്തിനെയും ലഹരിയായിട്ട് എല്ലാവരും കാണുന്നില്ല, നമ്മുടെ ഭരണകൂടം കാണുന്നില്ല എന്നുള്ളത് പ്രശ്നമുണ്ട്. കാരണം മദ്യം ലഹരിയല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നത് ഈ MDMA ആണ് ഏറ്റവും ഭയാനകമെന്ന് പറയുന്നത്. ഇന്ന് വിദ്യാർത്ഥികളൊക്കെ അതിൻ്റെ പിന്നാലെ പോകുന്നത്. ഇന്ന് മദ്യം ഇന്ന് സുലഭമായി കിട്ടുന്നുണ്ട്. മദ്യത്തിലും സിഗരറ്റിലും തുടങ്ങി അതെല്ലാം തന്നെ ഒരു ലഹരിയാണ്.